കേരളത്തിന്റെ ചിരകാല സ്വപ്നമായ വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖം രണ്ടാം ഘട്ട വികസനത്തിലേക്ക് കടക്കുമ്പോൾ സംസ്ഥാനത്തിന്റെ മാത്രമല്ല രാജ്യത്തിന്റെ തന്നെ ചരക്ക് നീക്കത്തിൽ വലിയ മാറ്റമാണ് നമ്മുടെ പ്രതീക്ഷ. ഇത്തവണ കേന്ദ്ര സഹായം ബജറ്റിൽ പ്രതീക്ഷിച്ചിരുന്നു. എന്നാൽ ഒരു പ്രഖ്യാപനവും വിഴിഞ്ഞത്തിനായി ഉണ്ടായില്ല. വിഴിഞ്ഞത്തെ പൂർണ്ണമായും തഴഞ്ഞത് വികസനത്തെ പിന്നോട്ടടിക്കുമോ എന്നതാണ് ചോദ്യം. തിരുവനന്തപുരത്ത് നിന്ന് ആഷിഖ് റഹ്മാൻ ചേരും ജനങ്ങൾക്കൊപ്പം. തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ കേന്ദ്ര ബജറ്റ് പ്രഖ്യാപിക്കുമ്പോഴും കേരളത്തിന് പൂർണ്ണ അവഗണനയാണ്. കേരളത്തിന്റെ അഭിമാന പദ്ധതിയായ വിഴിഞ്ഞം പദ്ധതിക്ക് ഒരു രൂപ പോലും ബജറ്റിൽ മാറ്റിവെച്ചിട്ടില്ല. എന്തുകൊണ്ടായിരിക്കും വിഴിഞ്ഞം പദ്ധതിയോട് ഇങ്ങനെ ഒരു അവഗണന? നമുക്ക് ജനങ്ങളോട് തന്നെ ചോദിച്ചറിയാം. ഈ ബജറ്റിൽ എന്തെങ്കിലും വിഴിഞ്ഞം പദ്ധതിക്ക് വേണ്ടി കുറച്ച് തുക, ഒരുപാട് തുകയൊന്നും മാറ്റിവെച്ചില്ലെങ്കിൽ കുറച്ച് തുകയെങ്കിലും വിഴിഞ്ഞം പദ്ധതിക്ക് മാറ്റിവെക്കാമായിരുന്നു എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. അത് തെറ്റായ സമീപനമാണ്. അത് അപകട ഇതാണ്. അതിനെപ്പറ്റി സംസ്ഥാന ഗവൺമെൻറ് അതിനെ ഉറ്റുനോക്കുന്നില്ലല്ലോ. സംസ്ഥാന ഗവൺമെൻറ് അവരെ കൊണ്ട് കഴിയുന്ന കാര്യങ്ങൾ ചെയ്ത് വിഴിഞ്ഞം തുറമുഖം ഒന്നാം ഘട്ടം ഭംഗിയായിട്ട് പൂർത്തിയായിട്ടുണ്ട്. ഇനി രണ്ടാം ഘട്ടത്തിലേക്ക് കിടക്കും. പിണറായി അടുത്ത് വരണമെന്നുണ്ടെങ്കിൽ വിഴിഞ്ഞം പദ്ധതി നടപ്പിലാക്കും. കേന്ദ്ര സർക്കാർ ചെയ്യേണ്ട ചെയ്യും. അതിനൊരു സംശയമില്ല. തഴഞ്ഞൊരു ഇതായിട്ട് തന്നെയാണ് ഫീൽ ചെയ്തിട്ടുള്ളത്. ഇനി അടുത്തതിൽ വരുന്നുള്ള പ്രതീക്ഷ വയ്ക്കാം. ലോകത്തെ ഏറ്റവും വലിയ ആഴക്കടൽ പദ്ധതിയാണ് വിഴിഞ്ഞം തുറമുഖം. അപ്പോൾ ആഴക്കടൽ പദ്ധതിക്ക് വേണ്ടി ഞങ്ങൾ കേരളത്തിന് ഇത്ര കോടി രൂപ സംഭാവന ചെയ്യുമെന്ന് മോഡി എവിടെയെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? വികസന പ്രവർത്തനത്തിന് എന്തെങ്കിലും ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ടോ? അങ്ങനെ കേന്ദ്ര സംസ്ഥാന പദ്ധതി ഇവിടെ ഇല്ല. കേന്ദ്രം കേരളത്തോടുകൂടി അവഗണന ഉണ്ടല്ലോ. ഈ ബഡ്ജറ്റിൽ ഒന്നും കിട്ടിയിട്ടില്ല. വിഴിഞ്ഞത്തിനായാലും ഒന്നും കിട്ടിയിട്ടില്ല. വിഴിഞ്ഞത്തിന് തിരിച്ചടി ഒന്നും ആവില്ല. ഗവൺമെന്റ് അത് വിഴിഞ്ഞത്തിന്റെ പദ്ധതി അദാനിയുടെ കയ്യിലുള്ള പൈസ വെച്ച് അവൻ ചെയ്തുകൊണ്ട് പോയി. വിഴിഞ്ഞത്തൊന്നും ഒരു തിരിച്ചടി ഒന്നും ഉണ്ടാവില്ല. പക്ഷേ കേന്ദ്ര ഗവൺമെന്റ് എന്തെങ്കിലും ആ ബഡ്ജറ്റിൽ ഉൾപ്പെടുത്തുമെന്ന് പ്രതീക്ഷിച്ചു. വിഴിഞ്ഞത്തിനും അതും ഇല്ല. കേരളത്തിനെ കേന്ദ്ര ഗവൺമെന്റ് തീരെ അംഗീകരിച്ചില്ല. അതാണ് കേരളത്തിന്റെ ഒരു പ്രതിച്ഛായനെ മാറ്റിത്തിരിക്കുന്ന ഒരു ബജറ്റാണ് നമ്മൾ വിഴിഞ്ഞം എന്ന് പറയുന്നത്. അത് തീർച്ചയായിട്ടും കേന്ദ്ര ഗവൺമെന്റ് നമുക്കത് അനുവദിച്ച് തരേണ്ടതാണ്. കേരളത്തിന് ഒന്നുമില്ല. കേരളത്തിൽ അവഗണിക്കണം എന്തുകൊണ്ടാണ്? ഇവിടെ അവർക്ക് സീറ്റ് കിട്ടുന്നില്ല. അതിന്റെ പ്രശ്നം. കേന്ദ്ര ബജറ്റിൽ വിഴിഞ്ഞത്തിന് പൂർണ്ണ അവഗണനയാണെന്നാണ് ജനങ്ങൾക്ക് പറയാനുള്ളത്. കേന്ദ്രത്തിന് പിന്തുണയില്ലെങ്കിലും പദ്ധതി പൂർത്തിയാക്കുമെന്നും ജനങ്ങൾ വിശ്വസിക്കുന്നു. ക്യാമറമാൻ വിപിനോടൊപ്പം ആഷിഖ് റഹ്മാൻ, ന്യൂസ് മലയാളം, തിരുവനന്തപുരം.